നമ്പർ 3 സ്വാഗതം. നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോണേ? ഇന്ന് ബാൻഫ്. ഓക്കെ, സോ തേർഡ് ഡെസ്റ്റിനേഷൻ ആണ് ബാൻഫ്. ആദ്യം നമ്മള് ലേക്ക് ലൂയിസ്, ബാൻഫ് ടൗൺ, പിന്നെ ബാൻഫ് ഗണ്ടോള, പിന്നെ എന്തെങ്കിലും കഴിക്കണം, തിരിച്ച് വീട്ടിൽ വരണം. മാനർജിയും മദ്യപാനം നമ്മള് പ്രോത്സാഹിപ്പിക്കുന്നു. നോൺ ആൽക്കോളിക് ബിയർ. പിന്നെ നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ഓൾറെഡി 11:42 ആയി. വണ്ടി റീഫിൽ ചെയ്യണം, ലൈക് ഫ്യൂവൽ റീഫിൽ ചെയ്യണം. കോസ്കോയിൽ പോണം. എന്തിനാന്ന് അറിഞ്ഞൂടാ, എന്നാലും കോസ്കോയിൽ പോണം. നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ലേക്ക് ലൂയി. ലേക്ക് ലൂയിസിൽ വന്നിട്ടുണ്ട് നമ്മള്. ഇപ്പൊ അവിടെ ആ സൈഡിലൊക്കെ പോയിട്ട് ആൾക്കാർ ഫ്ലിപ്പ് ചെയ്യുന്നുണ്ട്. Alan is so slow and Alan is gay. That's my mommy. That's my wife. Mommy. General couples. That's my wife. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ എവിടെയാണ്? ബാൻഫ് ടൗൺ. നമ്മൾ ബാൻഫ് ടൗൺ ചുമ്മാ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാ. അതെ, കിടല സ്ഥലം എല്ലാവരും പറഞ്ഞു. ഞങ്ങൾ വേറെ കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോ അതെ, എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. എക്സ്പെൻസീവ് ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഗ്രിസ്ലി ബെയർ എന്ന് പറഞ്ഞൊരു ഹോട്ടല്, റെസ്റ്റോറൻറ്റ്, അവിടെയൊക്കെ നൈസ് ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞു. സോ വി ഗോണ ട്രൈ ഓൾ ഓഫ് ദാറ്റ്. പൈസ ഉണ്ടെങ്കിൽ ബഡ്ജറ്റ്, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുമെങ്കിൽ നമ്മൾ വാങ്ങിക്കും. ഹോപ്പിംഗ് ഫോർ ദി ബെസ്റ്റ്. അങ്ങനെ ബാൻഫ് ടൗൺ ഫ്യൂവലിംഗ് ഒക്കെ പഴയ പോലെയാണ്, വളരെ ഓൾഡ് സ്കൂൾ ഫ്യൂവലിംഗ് സിസ്റ്റംസ് ഒക്കെ. സോ ഇഷ്യൂ നമ്മൾ നടുക്കെത്തിയപ്പോൾ നിന്നുപോയി ഗൈസ്. സ്റ്റോപ്പ് വന്നു. ഇതാണ് ടൗൺ. ഓക്കെ, വി ക്യാൻ വാക്ക് നൗ. രാഹുൽ, ബാൻഫ് ടൗൺ എങ്ങനെ തോന്നുന്നു? ഇതുവരെ കണ്ടത്. സാൻ എന്തെങ്കിലും പറയണ്ടോ? എനിക്കൊന്നും പറയില്ല. സാനൊന്നും പറയാനില്ല. ജീസിനൊന്നും പറയാനില്ല തോന്നുന്നു. ജീസിനല്ലെങ്കിലും ഒന്നും പറയാനില്ല. ഒരു ഇന്ത്യൻ ബിസ്ട്രോ ഉണ്ട് ഗൈസ്. എവിടെ പോയാലും നമ്മൾ കാനഡയിൽ എവിടെ പോയാലും നമ്മൾ ഇന്ത്യൻസിനെ കാണും. സോ നമ്മളിപ്പോൾ ബാൻഫ് എത്തി. ബാൻഫിലും നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. പ്രോബബ്ലി നമ്മൾ കയറില്ല, ബിക്കോസ് വി വോണ്ട് ടു ട്രൈ സംതിങ് ഡിഫറെൻറ്റ്. അതെ, ബാൻഫിൽ മാത്രം കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ. ഞങ്ങൾക്ക് മെയിനായിട്ട് ട്രൈ ചെയ്യേണ്ടത് ബീവർ ടെയിൽ എന്ന് പറഞ്ഞൊരു സാധനം. അത് ഇവിടെ അതെ, നമ്മളിവിടെ മാത്രം കിട്ടുന്നൊരു സംഭവമാണ്. പിന്നെ സ്റ്റേക്ക് സാൻഡ്വിച്ചോ. ഇത് പഴയ റെയിൽവേ സ്റ്റേഷനാണ്, വിച്ച് ഈസ് ബീൻ കൺവേർട്ടഡ് ഇൻ ടു ഇൻഫർമേഷൻ സെൻറ്റർ ആൻഡ് ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അങ്ങേ സൈഡിൽ എവിടെയോ. നമ്മൾ ആ സൈഡ് നോക്കുന്നില്ല. ലൈക്ക് സോ ഭയങ്കര രസമാണ് കാണാൻ. ഇതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ. ക്യാൻ സി സ്ഥലം ബാൻഫാണ്. ബൈ ടൗണിൻ്റെ വ്യൂ ഫ്രം അപ്പ് ടോപ്പ്. അതെ, അത് സാനാണ്. സാനിൻ്റെ അടുത്ത് ചോദിക്കാണ്ട് ഒരു ഫോട്ടോ എടുത്തു. സോ ഇറ്റ്സ് ആക്ച്വലി
3D ആണ്. നമ്മളിപ്പോൾ ഇവിടെ നോക്കി കഴിയുമ്പോൾ പച്ചപ്പാണെങ്കിൽ ഇപ്പുറത്ത് നോക്കുമ്പോൾ ഇറ്റ്സ് വിൻ്റർ. സോ രണ്ട് സൈഡും കാണിക്കുന്നുണ്ട് അതിൻ്റെ. ആൻഡ് പഴയ കുറേ സാധനങ്ങളുണ്ട്. തിങ്ക് that's it. Yeah. So neat. പിന്നെ വേറെ ഒന്നുമില്ല, 2 വാഷ്റൂം ഉണ്ട്. ലൈക്ക് ഇറ്റ്സ് വെരി ക്ലീൻ. ആൻഡ് ചെറിയ റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ലൈക്ക് സെൽഫ് സർവിങ് കൈൻഡ് ഓഫ്. പിന്നെ ഇവിടെ ബൈക്ക് റെൻറ്റൽസ് ഒക്കെ ഉണ്ട്. ബൈക്ക് റെൻറ്റ് ചെയ്ത് നമുക്ക് ഫുൾ ലൈക്ക് ബാൻഫ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടൗണാണ്. അപ്പോൾ ബാൻഫ് ഫുള്ള് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ലൈക്ക് ഈ ബൈക്കാണ്. ഇതിലെല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ ഉണ്ട്. ഇഫ് യു ഗൈസ് വാണ്ട് യു ക്യാൻ പോസ്റ്റ് ഇറ്റ് ആൻഡ് റീഡ് ഇറ്റ്. പോസ്റ്റ് ചെയ്ത് വായിച്ചാൽ മതി. ഇപ്പുറത്തും ഉണ്ട് സെയിം ലൈക്ക് ഡീറ്റെയിൽസ് അബൌട്ട് ഇറ്റ്. ഇനി പ്ലേസ് ഇങ്ങനെ ഉണ്ടാവുക. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഒരു ചെറിയ മാപ്പ് ഓഫ് ദ ടൗൺ. അത് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, എനിക്കിപ്പോൾ റോഡ് ക്രോസ് ചെയ്യണം. നോക്കട്ടെ, ഐ ക്യാൻ ക്രോസ് ഫ്രം ദെയർ. മരുതി അവിടെ നടക്കണം. Guys, man. എന്താണ് നീ ഒച്ചയൊക്കെ എടുക്കണേ? San. Rhythm up. Hey man. What's it guys? കുട്ടീൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതെ, കുട്ടീന് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. കുട്ടീൻ ഓൾറെഡി വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ കുട്ടീന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് കഴിക്കണം എന്ന് തോന്നി. എല്ലാവരും പെട്ടെന്ന് ചാടി വീണു. ജസ്റ്റ് ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. വീഡിയോന്റെ ടോട്ടലി മറന്നുപോയി. Classic beef sandwich. Just mustard on it. That's weird. Montreal smoked meat sandwich. Oh, okay. Montreal smoked meat sandwich. I don't know why it's just mustard, but they got pickles. How was it, San? My love. Good. You said. Guys, നമ്മൾ ബാൻഫ് ഗോണ്ടോലയിലെത്തി. കാണിച്ചു കൊടുക്കും. ഏതാണ് ഗോണ്ടോല? നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അത് ശരിക്കും അവിടം വരെ പോവും. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി കുറേ നടക്കണം. 10 മിനിറ്റ് റൈഡ് ഉണ്ട്. അത് മൊത്തം ഹൈറ്റുള്ളവർക്ക് ഇത് സീൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഗൈസ്, ഇതാണ് ബാൻഫ് ഗോണ്ടോല എന്ന് പറയുന്ന സംഭവം. നിങ്ങൾ ബാൻഫിന്റെ പല വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കേട്ടിട്ടുണ്ടാവും ഈ പേര്. ഹൈറ്റ് ഉള്ളവർക്ക് ഇത് ഇച്ചിരി പേടിയായിരിക്കും. നമ്മള് ജസ്റ്റ് അനങ്ങാണെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്യും. അപ്പോ മാക്സിമം അനങ്ങാണ്ടിരിക്കും. ഫുൾ സെക്യൂർഡ് ആണ്. ഇറ്റ്സ് ക്ലോസ്ഡ് ആൻഡ് എവരിതിങ്. ഹോപ്പ്ഫുള്ളി ഇങ്ങനെ ആട്ടിയാലും പ്രശ്നം അല്ലെങ്കിൽ ഹൈറ്റ് ചെറിയ പേടിയാണ്. ഹൈറ്റ് ഉണ്ടെങ്കിലും ഹൈറ്റിന് പേടിയാണ്. ഗൈസ്, നമ്മൾ ഗോണ്ടോള കയറിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഐ ആം സ്കേർഡ്. അല്ലന് ഹൈറ്റ് കുറച്ച് പേടിയാ. അപ്പൊ അവനിങ്ങനെ അത്യാവശ്യം പേടിയാ. ആൻഡ് നമ്മൾ അത്യാവശ്യം മുകളിലെത്തി. പക്ഷേ കുറച്ചും കൂടി ലൈക്ക് കുറച്ച് ആ അറ്റം വരെ പോകണം. അപ്പോൾ കുറച്ചും കൂടി ഡിസ്റ്റൻസ് ഉണ്ട്. ഇത്രേ ഉള്ളൂ. ആൻഡ് ഐ വുഡ് സേ ഞങ്ങളിപ്പോൾ വന്നേക്കണം അത്യാവശ്യം നല്ല ടൈമാണ്. ഈവനിങ് ടൈമിലാണ്. ഓൾമോസ്റ്റ് 6:30 ആയി. ഇപ്പോൾ അതെ, പക്ഷെ മുകളിൽ ചെറുതായിട്ട് തണുപ്പ് കാണും. അതുകൊണ്ട് ഞങ്ങൾ ജാക്കറ്റ് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇൻ കേസ്. പക്ഷെ എന്നാലും അതൊക്കെയാണ്. എനിക്ക് അത്ര പേടി തോന്നണില്ല. പക്ഷെ എന്നാലും ഇത് അത്യാവശ്യം പേടിക്കാനുള്ള ഹൈറ്റ് ഉണ്ട്. അത്രേ ഉള്ളൂ. നമുക്ക് മുകളിൽ പോയിട്ട് ബാക്കി കാണിച്ചു തരാം. നമ്മൾ ബാൻഫ് ഗോണ്ടോല ടോപ്പിലെത്തി. ടോപ്പിലാണ്. ടോപ്പിൽ നിന്നുള്ള വ്യൂ നമ്മളിപ്പോ കാണിച്ചു തരാം. ലൈറ്റിങ്ങിന്റെ ഇത് കണ്ടോ? അടുത്തെന്താ പരിപാടി?
നമ്മള് ഗൊണ്ടോൾഫയുടെ കൊണ്ടോല കോഫി പറ. ഗൊണ്ടോളയുടെ സ്റ്റോപ്പ്. അടുത്തൊരു ചെറിയൊരു ട്രക്കിംഗ് പോലെ. ട്രക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഇനി നമ്മൾ വന്ന ടവറിന്റെ മേളിലേക്കായിരിക്കും. ഇങ്ങനത്തെ ഒരു വാക്ക് വേന തന്നെ ആയിരിക്കും. ഗൈസ് ഇവിടെ തണുപ്പില്ല ഗൈസ്. വെറുതെ ജാക്കറ്റ് ഇട്ടു. എന്താ ചെയ്യ? അവിടെ പോയിട്ട് നിൽക്കൂടാ, അങ്ങനെ ഓപ്പോസിറ്റ് വരില്ല. Alright guys, so നമ്മൾ ബാൻഫ് ഗൊണ്ടോള കയറി കഴിഞ്ഞു, ഇറങ്ങി. ഇനി നമ്മൾ വീട്ടിലേക്ക് പോകണം. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? ഇത് ഞങ്ങളുടെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്, ബട്ട് ഒഫീഷ്യലി ലാസ്റ്റ് നൈറ്റ് ഇൻ അലൻസ് ചേച്ചീസ് ഹൗസ്. ബിക്കോസ് നാളെ ഈവനിങ് നമുക്ക് ഫ്ലൈറ്റ് ആണ്. അപ്പൊ എന്തായാലും നമ്മള് സ്റ്റേ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ബേസിക്കലി ഇവിടെ കാൽഗറിയിൽ സ്റ്റേ ചെയ്യണമല്ലോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് നൈറ്റ് ഇൻ കാൽഗറി. പിന്നെ ഇന്ന് വൈകിട്ട് എന്താണ് സ്പെഷ്യൽ? അയ്യോ, ഇന്ന് വൈകിട്ട് ഓക്കെ, ഇന്ന് വൈകിട്ട് എന്താണ്? ഇന്ന് വൈകിട്ട് ഒരു സ്പെഷ്യൽ ഇറച്ചി, അത് നമ്മള് വ്ളോഗിൽ കാണിക്കും. അത് നമുക്ക് നേരെ കണ്ടാൽ മതി. കൂടെ കുറച്ച് മദ്യമൊക്കെ ഉണ്ടാവും. പിള്ളേര് ഇത് കാണുന്നുണ്ടെങ്കിൽ വി ഡോണ്ട് സപ്പോർട്ട് ആൽക്കഹോൾ, ഇറ്റ്സ് ജസ്റ്റ് ദി വൈബ് ദാറ്റ് വി എൻജോയ് ഓൺ ദാറ്റ് ടൈം, റൈറ്റ്? ചേട്ടന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള പിള്ളേര് കണ്ടുപിടിച്ചിരുന്നു. നടുക്കിയിരിക്കുന്നത് കൊച്ചാണ്, അവർക്ക് ഞങ്ങൾ പത്തി കൊടുക്കുന്നില്ല. കൊടുക്കുന്നില്ല. എനിക്ക് 21 വയസ്സുണ്ട്. ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ വേണമെങ്കിൽ ടൗണിന്റെ ഇത് കാണിക്കാം. കാൽഗറി കുറെ ആൾക്കാർ കൊറിയൻ സ്ട്രീറ്റ് ഫുഡൊക്കെ Street foods like the one with Asian stuff. Hey, look at the view, bro. മുതലെടുക്കടാ, മുതലെടുക്ക്.